നമ്മുടെ ഇ ഡി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരം രക്ഷാപ്രവർത്തനം പിണറായിയുടെ രക്ഷാപ്രവർത്തനത്തിൽ 19 പേരാണ് ഇതുവരെ ജയിലിൽ പോയി. അതിൽ 11 എണ്ണത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എനിക്കൊന്ന് 8 പേരെ ഇന്ന് എങ്ങാണ്ട് കോടതി ഹാജരാക്കും. അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളികളെ പ്രഖ്യാപിക്കേണ്ടി വരും. അതെ. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു AR റഹീം. നമ്മൾ കഴിഞ്ഞ ചർച്ച പറഞ്ഞിരുന്നില്ല, റഹീമിനെ ആ കൂട്ടത്തിൽ നമ്മൾ കാണുന്നില്ലായിരുന്നു. റഹീമിനെ പിന്നീടാണ് തലേദിവസം നടന്ന SFIയുടെ രക്ഷാപ്രവർത്തനത്തിലാണ് ഉണ്ടായത്. SFI രക്ഷാപ്രവർത്തനം സത്യത്തിൽ ഒരു വലിയ കോമഡി സിനിമയായിരുന്നു. സത്യത്തിൽ നമുക്കറിയാം, അതിനെക്കുറിച്ച് ഒത്തിരി ട്രോളുകൾ വന്നു കഴിഞ്ഞു. പറഞ്ഞിട്ടല്ലേ SFIക്കാർ ഇരിക്കും. അതെ. അപ്പോൾ നമ്മുടെ ചർച്ച പോലും ട്രോളിൽ വന്നിട്ടുണ്ട്. അതെ. ഏതോ ഒരു ട്രോളിൽ ഇങ്ങനെ കണ്ടു, പിന്നെ SFIയുടെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച്. അപ്പം റഹീമിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഈ റഹീമിനെ കാണുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. റഹീം എത്ര ഗൗരവത്തോടെ ഒരു കാര്യം പറഞ്ഞാലും നമുക്കത് തമാശയായിട്ടാണ് തോന്നും. അതിനുള്ള കാരണം റഹീമിൻ്റെ ഇംഗ്ലീഷ്. മാത്രമല്ല, നമ്മളെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരാൾ അയാളെല്ലാം തമാശ പറഞ്ഞ ഒരാളാണെങ്കിലേ പിന്നെ ഇയാൾ പറഞ്ഞ എല്ലാ കാര്യം ആൾ തമാശയായിട്ട് എടുക്കും. റഹീം സീരിയസ് ആയിട്ട് പറഞ്ഞാണ് SFIക്കാർ ഇരിയടാ എന്നുള്ള SFIയുടെ പാളയത്തെ ആ സംഘർഷത്തിനിടയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ അതാണ് ഏറ്റവും വലിയ ട്രോളായിട്ട് മാറിയത്. ഇരിക്കിരിക്ക് എല്ലാവരും ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ ഒരു സിനിമയിലെ ആ വേഷം എടുത്ത് വെച്ചു. പിന്നെ ഈ റഹീമിൻ്റെ ഈ ഡയലോഗ് അടിയും ഈ കൈയൊടിഞ്ഞ ചെറുപ്പക്കാരൻ 2 കൈ ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് വരുന്നതും ഒക്കെ കൂടെ ഈ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേ നമ്മൾ മനസ്സറിയാതെ ചിരിച്ചു പോകും. അതെ. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ്റെ മകളുടെ രക്ഷാപ്രവർത്തന ചടങ്ങിൽ അന്നേരം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം എത്തിച്ചേരുകയും അദ്ദേഹം പിന്നീട് ഈ ആകെപ്പാടെ വെപ്രാളത്തിലായി. ഇപ്പം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയല്ലേ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാറിയോ എന്നറിഞ്ഞില്ല, ജോയി തിരിച്ച് വന്നോ എന്നറിഞ്ഞില്ല. ആക്ടിങ് ആയിരുന്നല്ലോ. എല്ലാം ആക്ടിങ് ആണ്. അപ്പം അതിനിടയ്ക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ഈ രക്ഷാപ്രവർത്തകർ ശരിക്കും പെട്ടുപോകുമായിരുന്നു. ഈ രക്ഷാപ്രവർത്തകരെ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു വഴിക്ക് കുറേ പേര് കൂട്ടം കൂടി പോയാൽ നമ്മളെ എല്ലാം ആപ്പിലാക്കുന്ന ഒരുത്തനെ അതിനകത്ത് കാണും. ഉറപ്പാണ്. ഈ അതുപോലെയാണ് ഈ വിദ്യാർത്ഥി സമരം. മൊത്തത്തിനും കുളമാണ് ഈ വിദ്യാർത്ഥി സമരം. ഇതുപോലെ ആയിരിക്കും. ഇതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, സിന്ദാബാദ് വിളിച്ച് പോരണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഒരു കല്ലെടുത്ത് പോലീസിനെ എറിയുന്നത്, പിന്നെ പോലീസ് എടുത്തിട്ട് അടിക്കും എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആരും ഒന്നും ചേരുന്ന കടകംപള്ളിയും വി ജോയിയും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവർ ആ ഒരു വിശ്വാസത്തിലാണ് അവരവിടെ നിന്നത്. പിന്നെ ഈ ADGP അടക്കം വന്ന് ഈ പാർട്ടിക്കാരുടെ കാല് പിടിക്കുന്ന സമയത്തും അവർ ഉറപ്പ് കൊടുത്തത് അതിൻ്റെ പുറത്താണ്. എന്നാൽ സിലബസിൽ ഇല്ലാത്ത ചോദ്യമാണ് വന്നത്. മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് സിലബസിൽ ഇല്ലാത്ത ചോദ്യമാണ് വന്നത്. വിനീഷ് കോടിയേരിയും അദ്ദേഹത്തിൻ്റെ കുറേ DYFIക്കാർ പിള്ളേരും എല്ലാം കൂടി ഇതിനകത്തങ്ങ് ഇൻവോൾവായി, വിളയാടി എന്ന് തന്നെ പറയാം. അവരാണ് ഈ വണ്ടിയെല്ലാം അടിച്ചു പൊട്ടിച്ചത്. വിനീഷ് കോടിയേരിയുടെ റൈറ്റ് ഹാൻഡായിട്ടുള്ള ആൾക്കാരാണ് അകത്ത് കിടക്കുന്നത് മൊത്തം. അപ്പം വിനീഷ് കോടിയേരി കൊണ്ടുവന്നവന്മാരാണ്. ഇവിടെ ഇരുന്ന് MV ഗോവിന്ദനും മറ്റുള്ളവരും കയ്യും കാലും പിടിച്ച് അവിടെ ഇരുത്തുമ്പോൾ വിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ വന്നവന്മാർ അവിടെ ആക്രമിച്ചു. അതൊരിക്കലും ഇവർ പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ലക്ഷ്യം 4 മുദ്രാവാക്യമൊക്കെ വിളിച്ച് ED ഇറങ്ങി വാടാ തൊരപ്പ എന്നൊക്കെ പറഞ്ഞ് EDക്കാരെ 4 തെറിയൊക്കെ പറഞ്ഞ്, ഹിന്ദിക്കാരാണല്ലോ അവർ, മലയാളത്തിലുള്ള തെറി അവർക്ക് അറിയത്തില്ല, അവരെ തെറിയൊക്കെ പറഞ്ഞ് വിടാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്കാണ് ഈ വണ്ടി തല്ലി പൊട്ടിച്ചു. 1, 2 അല്ല 3 വണ്ടി തല്ലി പൊട്ടിച്ചു. അതിൽ ഒരു വണ്ടി പൂർണ്ണമായിട്ടും തല്ലി തകർത്തു. അതിനിടയ്ക്കുള്ള ആൾക്കാർക്ക് പരിക്കും പറ്റി. അപ്പോൾ അതിനുശേഷം പിറ്റേന്നത്തെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു, ഈ വാഹനം എല്ലാം CITUക്കാരുടെയാണ്, ഡ്രൈവറും ഉടമസ്ഥനും എല്ലാം ഇടതുപക്ഷത്തിന്. അപ്പോൾ ശ്യാംരാജ് എന്ന് പറയുന്ന ഒരാളുടെ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ അടിച്ചു ചേർക്കപ്പെട്ടത്. അയാളുടെയാണ് കൈക്കും കണ്ണിനും ഒക്കെ പരിക്കേറ്റത്. അപ്പോൾ അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാനും CITUവിൻ്റെ അംഗമാണ്, യൂണിയനിൽപ്പെട്ട ആളാണ്. അതോടുകൂടി ഇവരെന്ത് ചെയ്യുന്നു, ഇയാളെ വിളിച്ചു വരുത്തും. അപ്പോഴേ വന്നു റഹീമിൻ്റെ ബുദ്ധിയാണ്. വിളിച്ചു വരുത്തിയതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവർ ഒരു വാഗ്ദാനം ചെയ്യും. അതായത് നിങ്ങളുടെ കേസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്, നിങ്ങളുടെ വണ്ടിയുടെ എല്ലാ നഷ്ടവും ഞങ്ങൾ വെച്ച് തരാം, പരിഹരിച്ച് തരാം, ഞങ്ങളെല്ലാം റെഡിയാക്കി തരാം. എന്നിട്ട് ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ റഹീം പറയുകയാണ്, എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഞങ്ങൾക്കിത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, തൊഴിലാളി വർഗത്തിന്റെ കഞ്ഞിയിൽ മണ്ണുവാരിടാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പിന്നെ പാർട്ടി വിലയിരുത്തൽ നടത്തിയത്. അപ്പം ഞങ്ങളത് ചെയ്തതിൽ ഞങ്ങൾ ഖേദിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ഞങ്ങൾ പണിഞ്ഞു കൊടുക്കും, അദ്ദേഹത്തിന് പരാതിയില്ല എന്നുള്ള ലെവലിലേക്കായി. പക്ഷേ
ഇത് വലിയ അബദ്ധമായി. ഇതൊരു നിയമപ്രശ്നത്തിലേക്ക് പോയി. കാരണം ഈ കേസിലെ പ്രധാന സാക്ഷിയാണ് ഈ ഡ്രൈവർ. ഇയാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പം റഹീമിനെതിരെ കേസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന. ചിരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് റഹീം ഈ അടുത്ത കാലത്തായിട്ട് ഒരു വലിയ കോമഡി പീസായി മാറിയിരിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല ഈ ഡ്രൈവറിന് അയാൾക്ക് മറുത്തു പറയാൻ പറ്റില്ലല്ലോ. അയാൾക്ക് ഈ കാര്യം ജനങ്ങൾ കണ്ട ഈ വിഷയം ഉന്നയിക്കില്ല, വണ്ടി അടിച്ചു പൊട്ടിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അയാൾ CITക്കാരനാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ആളാ വിളിച്ചോണ്ട് പോരെ, എല്ലാ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നു, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ED നോട്ടം ഇട്ടിരിക്കുകയാണ് റഹീമിനെതിരെ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് കേസ്. ഒന്നാമത് എന്താണ് കേസ്? കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി ചെയ്യുന്നത് തടസ്സപ്പെടുത്തി അവരെ കൊല്ലാൻ ശ്രമിച്ചു. കാരണം കോടതി നിർദ്ദേശപ്രകാരം വന്നവരാണ്, കോടതിയുടെ അനുമതിയോട് കൂടി വന്ന ആളാണ്, അവരെയാണ് ഇമാതിരി കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് വരുന്നതിന്റെ പിറ്റേന്ന് EDയുടെ വക ഒരു പത്രക്കുറിപ്പ് ഇറങ്ങുന്നു. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നു ഇത് ആസൂത്രിതമാണ്. അപ്പോൾ ഈ പൊതുമുതൽ നശിപ്പിച്ചതിനും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും അകത്തേക്ക് വരിയായിട്ട് പോയ അണ്ണന്മാരുടെ പുറകെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും നമ്മുടെ റഹീം ഇങ്ങനെ പറന്നു പോകുന്നത്. മാത്രമല്ല ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ ഭടന്മാരെല്ലാം കൂടെ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അക്ഷരം പറഞ്ഞ് അനുസരിച്ചു നടപ്പിലാക്കിയ പറഞ്ഞ കാര്യങ്ങൾ 100% ആത്മാർത്ഥത്തോടെ ഞങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ഇതൊരു പ്ലാൻഡ് പരിപാടിയായിരുന്നു. അതിന് പകരം വേറൊരു തെളിവുണ്ട്. ഈ തെളിവുകൾ മുഴുവൻ EDയും ശേഖരിച്ചു, പോലീസ് ശേഖരിച്ചു. ഒറ്റ ഒരെണ്ണം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എല്ലാ സ്ഥലം വിട്ടു, എല്ലാ ഒളിവിലാണ് ഒത്തിരി പേര്. ഒരു 300 പേരുടെ പേരിലാണ് കേസുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 10-20 പേരുടെ കയ്യിൽ നിന്ന് നല്ല പോലെ പൈസ ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇതിലൊക്കെ ഉപരി വഴിയെ വന്ന റഹീം യാതൊരു കാര്യവും ഇല്ലാതെ ഈ പറയുന്ന ആളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്നിട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ച് താൻ ഒരു അന്തം കമ്മി തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. ഇപ്പൊ പിന്നെ റഹീമിനെതിരെ കൂടെ കേസ് വരും. റഹീമിനെതിരെ കേസ് എടുക്കാനാണ് തീരുമാനം. EDയുടെ നിയമോപദേശം അങ്ങനെയാണ്. അവരൊരു പരാതി കൊടുക്കും. ഈ മാത്രമല്ല പോലീസ് സ്വമേധയാ കേസെടുക്കും. പിന്നെ ഇവരുടെ ഇന്റലിജൻസ് വിഭാഗം ഇവരുടെ കുറിപ്പുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇന്റലിജൻസ് വിഭാഗം കൃത്യമായിട്ട് വിവരം കൊടുത്തിരുന്നതാണ് പോലീസ്. പക്ഷേ പോലീസിന്റെ നിലപാട് എന്തായിരുന്നു? ഞങ്ങളോട് ഇവർ സഹായം തേടാത്ത നിലയ്ക്ക്. വെറും പോലീസല്ല, പിണറായി പോലീസാണ്. ഇപ്പോഴും പിണറായി പോലീസ്, ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുന്ന നിമിഷം വരെ പിണറായി പോലീസാണത്. ഞങ്ങളോട് ചോദിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഞങ്ങൾ വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോയില്ല, ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ ഇതെല്ലാം വിളിക്കണം. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നവർക്ക് പറയാൻ പറ്റില്ല. ഇന്റലിജൻസ് കൃത്യമായ വിവരം കൊടുത്തു. അതെ, ഇത് അതിങ്ങനെ മലമ്പ്രദേശത്തല്ല നടന്നത്, നഗരമധ്യത്തിൽ തൊട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്ന താഴെയാണ്, ആഭ്യന്തര ഓഫീസിന്റെ തൊട്ട് താഴെ, ആഭ്യന്തര വീടിന്റെ തൊട്ട് മുന്നിലേക്ക്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന തൊട്ട് മുന്നിൽ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്. സതീശൻ പറയുന്ന അർത്ഥമില്ല. എന്താണെന്നറിയും? ഇന്റലിജൻസ് സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനവും ഒരു സ്ഥലത്തുണ്ടാകാൻ പോകുന്ന സംഘർഷ സാധ്യതയും കലാപ സാധ്യതയും മുൻകൂട്ടി കണ്ട് അറിയിക്കുന്നതിനും അതിനനുസരിച്ച് പോലീസിനെ ക്രമസമാധാന പാലനത്തിൽ വിന്യസിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഇന്റലിജൻസുകൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ ഇന്റലിജൻസ് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് പക്ഷെ ഞങ്ങളെ വിളിച്ചില്ല ED എന്ന് പറഞ്ഞു. ED വിളിക്കേണ്ട കാര്യമില്ല. വൈകിട്ട് നമ്മൾ കണ്ടതാണല്ലോ, പാർട്ടി ഓഫീസിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല എന്നല്ലേ ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നതെന്നാണ്. അതായത് പരസ്പര സഹായ വ്യവസ്ഥയിലാണ് ഇവരങ്ങോട്ട് ഓടിയത്. ഈ പത്രസമ്മേളനത്തിൽ സതീശനോട് ഇത് കാര്യം ആരും ചോദിച്ചില്ല. പത്രസമ്മേളനം സതീശൻ നടത്തി, പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് വീഴ്ചയില്ലായിരിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് വൻ വീഴ്ചയാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തതാണ് ഇവിടെ ആക്രമണം നടക്കും, വാഹനങ്ങളെ ആക്രമിക്കും, ഉദ്യോഗസ്ഥരെ മർദ്ദിക്കും. ഇത് കൊടുക്കുന്ന സമയത്ത് അതായത് സ്വമേധയാ ആക്ട് ചെയ്യേണ്ട പോലീസാണ്. ഞങ്ങളെ വിളിച്ചില്ല. അതൊരു കാരണമേ അല്ല. അവരുടെ ഭാഗത്ത്, പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസ് മന്ത്രിക്കും വീഴ്ച ഉണ്ടായി, DGPക്കും വീഴ്ച ഉണ്ടായി, ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും വീഴ്ച. ക്രമസമാധാന ചുമതലയുള്ള ADGP ഒക്കെ ചെന്ന് CPM-കാരന്റെ കാല് പിടിക്കുക. അയാൾക്ക് അത് പറ്റത്തുള്ളൂ. എന്താണെന്നറിയോ? ഇങ്ങനെ അവരുടെ ഔദാര്യത്തിലാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. ഇവരെല്ലാവരും CPM-ന്റെ ഔദാര്യത്തിൽ CPM നേതാക്കന്മാരെ സാറേ വിളിച്ച് വന്നവരാണ്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു സത്യമാണ്. എന്താണെങ്കിലും ഇതിപ്പം ഇരട്ടി മെനക്കേട് പിന്നെ CPM DF നേതാക്കൾക്കായി. ഈ സമീപ ഭാവിയിൽ ഇതുപോലെ നമ്മൾ ചിരിച്ച വിഷയം നമ്മുടെ മറ്റേ വൈറൽ ഗേളിന്റെ കല്യാണം. അതിനകത്ത് റഹീം ഉണ്ടായിരുന്നു.
അതിനകത്തും റഹീം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങൾ ചിരിക്കുന്നതിൽ ക്ഷമിക്കണം, കാരണം ഇത് ചിരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. കാരണം ആ കേസിലും ഇതുപോലെ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവാഹം നടത്തിയ ശേഷം കേരളം സമത്വ സുന്ദരമാണ്, മതേതരത്വം നിറഞ്ഞതാണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് രായ്ക്ക് രാമാനും ഫോട്ടോ ഡിലീറ്റ് ഓടിയ ആൾക്കാരാണ്. ഇപ്പോഴും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പോക്സോ വരുവോ ഇല്ലയെന്ന് വെച്ചാൽ കോടതി, മധ്യപ്രദേശ് കോടതി, ഹൈക്കോടതിയുടെ പരിഗണനയിൽ കേസ് ഇരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാകും ഇവരെ പോക്സോ നിയമപ്രകാരം ഈ നിലനിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അണ്ണന്മാരെല്ലാം കൂടി ഇതിലെ കഴിഞ്ഞ ദിവസം MA ബേബി കയറിപ്പോയല്ലേ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് മധ്യപ്രദേശിലെ ഏതെങ്കിലും ഒരു ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ. 54 കിലോമീറ്ററോ മറ്റോ ദൂരം കൊണ്ടുവരുന്ന ഇറക്കി ഇനി പോയിക്കോളാം, നടന്നു പോയിക്കോളാം പറഞ്ഞ് വന്ന വഴി അതുപോലത്തെ അവസ്ഥ. എന്താണെങ്കിലും വലിയ ഗൗരവത്തോടെ നമ്മുടെ റഹീം MP പറയുന്ന, റഹീമിക്ക പറയുന്ന ഈ ഫലിതങ്ങൾ അദ്ദേഹം കാര്യമായിട്ടാണ് പറയുന്നത്, ബാക്കിയുള്ളവർക്ക് ഫലിതങ്ങളായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ചുമ്മാതിരുന്നുകൊണ്ട് ഒരു കേസ് കൂടെ ഒപ്പിച്ചു വെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവ്, അതിനെ നമ്മൾ കാണാതെ പോയി.